ओम शांति। ഓം ശാന്തി. बहुत बारी हमको പല ये प्रश्न പ്രാവശ്യം मिलता ഈ है ഒരു ചോദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. कि बाबा के नजदीक ബാബയുടെ बाबा का അടുത്ത് प्यार ബാബയുടെ സ്നേഹം നമ്മൾ എങ്ങനെ कैसे സദാ सदा നേടും? ഈ കാര്യത്തിൽ हम तो दादियों को ही आगे ഞാൻ रखते हैं ആദ്യം ദാദിമാരെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുടെ ഉദാഹരണം തരികയാണ്. कि भगवान ഭഗവാൻ, और ഞാൻ बाबा പറയും നമ്മുടെ ബാബ एक വളരെ ऐसी വലിയ पवित्र പവിത്രമായ ഒരു स्नेही അധികാരിയാണ്, एवर प्योर है। और जब हमारे अंदर പരമപവിത്രമാണ്. നമുക്കുള്ളിൽ ശുദ്ധീകരണത്തിൻ്റെ का അടിത്തറയുണ്ടാകുമ്പോൾ, फाउंडेशन होता സത്യത്തിൻ്റെ है, അടിത്തറയുണ്ടാകുമ്പോൾ, सच्चाई का നിസ്വാർത്ഥ फाउंडेशन होता ഭാവത്തിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാകുമ്പോൾ, है, निस्वार्थ भाव का फाउंडेशन होता है, तो ऐसे लगता है നമുക്ക് തോന്നും ഭഗവാനായ കൂട്ടുകാരൻ കൂടെ തന്നെയാണ്. क्योंकि കാരണം വൈബ്രേഷനുമായി മാച്ചാകും. तो हमारा तो നമ്മുടെ ആണെങ്കിൽ പുറത്തുള്ള അലച്ചിൽ അവസാനിച്ചു, വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാനെ കിട്ടി. लेकिन എന്നാൽ ആ അവിനാശിയായ മുറിയാത്ത സംബന്ധത്തിൻ്റെ നേട്ടം पूर्ण रूप से പൂർണ്ണമായി എടുക്കണമെങ്കിൽ हमारी मीठी दादी जानकी നമ്മുടെ മധുരമായ ദാദി ജാനകിയുടെ 3 സ്ലോഗനുകൾ सच्चाई സ്വന്തമാക്കേണ്ടി വരും. സത്യത, ശുദ്ധത, ലാളിത്യം. अंदर में एक संस्कार നമുക്കുള്ളിൽ ഒരു ലോകമുണ്ട്. संकल्पों से ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ലോകമുണ്ട്. സങ്കല്പം കൊണ്ടുണ്ടാക്കിയ ഒരു ലോകമാണ്. നമ്മുടെ മാന്യതകളുണ്ട്, നമ്മുടെ ഓർമ്മകളുണ്ട്, ചിത്തത്തിൽ നിറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ലോകത്തിൽ ബാബയെ ഇരുത്തണം. एक बाप दूसरे में। ഒരു ബാബ, രണ്ടാമതാരുമില്ല. कई बारी दादी हमको कहती थी പല പ്രാവശ്യം ദാദി ഞങ്ങളോട് പറയുമായിരുന്നു, സൈലൻസിൻ്റെ നേട്ടം എടുക്കൂ, സൈലൻസിലിരുന്ന് നോക്കൂ, സാക്ഷിയായിരുന്നു കൊണ്ട്. വർത്തമാന സമയമനുസരിച്ച് जो अभी भी ഏതെല്ലാം കാര്യങ്ങളാണ് എന്നെ ബാബയിൽ നിന്ന് ദൂരെയാക്കുന്നത്? ये एक ഇതൊരു കാര്യം. दूसरी बात രണ്ടാമത്തെ കാര്യമാണ്, कि जो हमारी നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങളെ उसको അപ്ലോഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. बड़ी दादी വലിയ ദാദി ദിവസവും രാത്രിയിൽ ബാബയുടെ അടുക്കലിരിക്കുമായിരുന്നു. तो जो भी പകലിലെ കാര്യങ്ങളെല്ലാം ബാബയ്ക്ക് അപ്ലോഡ് ചെയ്യുമായിരുന്നു. दादी जान ദാദി ജാനകിയുടെ നിയമമായിരുന്നു, कि सोने से पहले ഉറങ്ങുന്നതിന് മുൻപായി മിനിമം 10 മിനിറ്റ് ബാബയുടെ മുറിയിൽ ഇരുന്നു കൊണ്ട് സർവ്വതും ബാബയ്ക്ക് സമർപ്പിക്കുമായിരുന്നു. कि जो चीज़ें हमारी शॉर्ट അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ചെറിയ ഓർമ്മകൾ ചിത്തത്തിൽ നിറഞ്ഞിരിക്കുന്നത് അതിനെ ശുദ്ധമാക്കൂ. അപ്പോൾ വളരെ സഹജമായി ഉറങ്ങാൻ സാധിക്കും. बॉडी रेस्ट ശരീരം റെസ്റ്റ് എടുക്കും. चाहे 3-4 3-4 മണിക്കൂറായാലും ധാരാളമാകും. मैं जो सुना रही ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ചെറിയ ചെറിയ അഭ്യാസങ്ങളാണ്. കാരണം ഇതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ലോകം, നമ്മുടെ ഉള്ളിലുള്ള വീട് അത് വൃത്തിയായിരിക്കട്ടെ. देखो आप जिस घर में रहते हो हर रोज तो सफाई നോക്കൂ, നമ്മൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, ദിവസവും വൃത്തിയാക്കാറുണ്ട്. 2 ദിവസം വൃത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അഴുക്ക് കാണാൻ പറ്റും, നല്ലതായി തോന്നില്ല. शायद आप घर में बैठे हो വീട് വീടായി തോന്നില്ല. ചിലപ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുകയായിരിക്കും, എന്നാൽ നല്ലതായി തോന്നില്ല. വാസ്തവത്തിൽ ഈ സംബന്ധം, ആത്മാ പരമാത്മാവിൻ്റെ സംബന്ധം മുറിയാത്ത അവിനാശിയായ അത്രയ്ക്കും മധുരമായ രസം നിറഞ്ഞ സംബന്ധമാണ്, അവിനാശിയായ സംബന്ധമാണ്. ബാബ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ കമ്പൈൻഡാണ്. പക്ഷേ क्योंकि कुछ നിങ്ങൾ കുട്ടികൾക്കത് അനുഭവിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം വീട്ടിൽ കുറച്ച് അഴുക്ക് വന്നു, അഴുക്കിൻ്റെ ദുർഗന്ധം വരുന്നു, പിന്നെ ഉള്ളിൽ നിന്ന് സന്തോഷം വരില്ല. എപ്പോൾ വരെ നിങ്ങളുടെ അകത്തെ വീട് വൃത്തിയാക്കാതിരിക്കുന്നുവോ അതുവരേക്കും വീട്ടിൽ, മുകളിലെ വീട്ടിലും തങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഫൗണ്ടേഷനാണ്
എൻ്റെ ഉള്ളിലെ ലോകത്തെ സുന്ദരമാക്കണം. हमारी നമ്മുടെ बुद्धि ബുദ്ധി एक छोटी डब्बी है വേസ്റ്റ് ബോക്സ് അല്ല, जहाँ चाहे പോകുന്നിടത്തെല്ലാം ബുദ്ധി വലിച്ചെറിയാൻ. किसी की अवगुण देखो वहाँ बुद्धि को फेंक दो ആരുടെയെങ്കിലും किसी അവഗുണം किसी കണ്ടാൽ में അവിടെ लिपट गए ബുദ്ധിയെ എറിഞ്ഞു. ആരിലെങ്കിലും सारा കുടുങ്ങിപ്പോയി. टाइम बुद्धि क्या किचड़ മുഴുവൻ किचड़ में ദിവസവും ബുദ്ധി എന്തെല്ലാം വേസ്റ്റ് വെച്ചിട്ടാണ് हमको ഇരിക്കുന്നത്. अपना अंदर का एक ब्यूटीफुल गार्डन പക്ഷേ बनाना എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു സുന്ദരമായ सब പൂന്തോട്ടം कुछ ഉണ്ടാക്കണം. लगाऊंगी അപ്പോൾ ഞാൻ എല്ലാം गंदगी നോക്കുമല്ലോ. को निकालूंगी പുഷ്പങ്ങളെ നോക്കും, മുള്ളുകളെ अच्छी മാറ്റും, चीज नहीं है वो सफाई करूंगी നല്ലതല്ലാത്തതെല്ലാം മാറ്റി വൃത്തിയാക്കും. ഇത് എല്ലാ ദിവസത്തെയും 100 में കാര്യമാണ്. 100 ഇതാണ് ഞങ്ങൾ ദാദിയിൽ കണ്ടത്. ഞങ്ങൾ ദാദിയോട് ചോദിക്കുമായിരുന്നു, और हमने एक बारी दादी को पूछा था कि दादी आपका पुरुषार्थ ദാദിയുടെ പുരുഷാർത്ഥം എന്താണ്? ദാദി വളരെ സരളമായി പറയുമായിരുന്നു, ഞാൻ എൻ്റെ ഫീലിങ്സിനെ बस यही पुरुषार्थ എപ്പോൾ ശുദ്ധമാക്കി വയ്ക്കുന്നു ഇത്രയും വർഷക്കാലമായിട്ട്. ബസ് ഈ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. का रहन सहन देखेंगे ना उनका कमरा ശുദ്ധീകരണത്തിൻ്റെ ശീലം ഉണ്ടാകണം. നിങ്ങൾ ദാദിയുടെ ജീവിത രീതി കണ്ടാലുണ്ടല്ലോ, ദാദിയുടെ റൂം വളരെ സിമ്പിളാണ്. ഒന്നും പുറത്തില്ല. റൂമിൽ ആരെങ്കിലും താമസിക്കുന്നതെന്ന് തോന്നുകയേയില്ല. ഇനി നമ്മുടെ റൂമിൽ വന്നാലോ, അവിടെ സാധനങ്ങൾ, ഇവിടെ സാധനങ്ങൾ. ഇത് മനസ്സിൻ്റെ സ്ഥിതിയുടെ പ്രതിഫലനമാണ്. അപ്പോൾ ആദ്യം ഉള്ളിൽ നിന്ന് തൻ്റെ ലോകം, തൻ്റെ വീട് ശരിയാക്കി വെക്കാനുള്ള താല്പര്യം വേണം. और जब मैं इसमें एब्जॉर्ब हो जाऊंगी हर रोज ഞാനിതിൽ മുഴുകുമ്പോൾ ഓരോ ദിവസത്തെയും ശുദ്ധീകരണം, अच्छी अच्छी ഓരോ ദിവസവും മനസ്സിൽ നല്ല നല്ല കാര്യങ്ങൾ. तो ना नया नया कुछ सुविनियर എങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കില്ലേ വീട്ടിൽ നല്ല നല്ല സാധനങ്ങൾ അലങ്കരിച്ച് വെക്കണം? മനസ്സും ഒരു സോവനിയർ ഷോപ്പാണ്. अच्छी अच्छी चीजें लगानी दुकान അതിൽ നല്ല നല്ല സാധനങ്ങൾ ഒരുക്കി വെക്കണം. माल तो किसी को नहीं देना ഷോപ്പാണ്. तो नाउ इज द टाइम टू क्लीन अप योर शिप വേസ്റ്റ് സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കില്ലല്ലോ, അല്ലേ? ऐसे लगेगा തൻ്റെ സ്വന്തം ഷോപ്പ് ये नजरों के सामने है ക്ലീൻ ചെയ്ത് വെക്കേണ്ട സമയമാണിത്. പിന്നെ അനുഭവമാകാൻ തുടങ്ങും. ബാബ കൺമുന്നിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. ബാബ ദൂരെയാണെന്ന് തോന്നുന്നത് ഒരു തോന്നൽ മാത്രമാണ്. നോക്കൂ, ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നും ഇവിടേക്ക് പോവുകയാണ്. 100 മീറ്ററിൻ്റെ ദൂരമില്ല. നിങ്ങളുടെ ലക്ഷ്യം 100 മീറ്ററിൻ്റെതാണ്. വാഹനത്തിലാണ് വരുന്നത്. പക്ഷെ വഴിയിൽ എത്ര ട്രാഫിക്കാണ്. വാസ്തവത്തിൽ ദൂരമില്ല. പക്ഷെ നമുക്ക് ദൂരം എന്തുകൊണ്ടാണ് അനുഭവമാകുന്നത്? आपको 10-15 मिनट കാരണം ഇടയിൽ വളരെയധികം വാഹനങ്ങളുണ്ട്. क्योंकि बीच में बहुत व्यर्थ संकल्पों की നിങ്ങൾ 30 സെക്കൻഡ് കൊണ്ട് യാത്ര പൂർത്തിയാക്കാൻ സാധിക്കും. അത് 10-15 മിനിറ്റ് എടുക്കും. जितना व्यर्थ को खत्म കാരണം ഇടയിൽ വളരെ വ്യർത്ഥസങ്കല്പങ്ങളുടെ വാഹനങ്ങൾ നിൽപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം വ്യർത്ഥം അവസാനിപ്പിക്കുന്നുവോ അത്രയും നമുക്ക് സ്വർഗമാകുന്ന ലക്ഷ്യം ഇവിടെ അനുഭവമാകും. ഇതിനുവേണ്ടി ചില നിയമങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. दादिया तो ദാദിമാരാണെങ്കിൽ ബാപ്ദാദ പറഞ്ഞിട്ടുള്ള നിയമങ്ങളും മര്യാദകളും അതിൽ തന്നെ ആജ്ഞാകാരികളും വിശ്വസ്തരുമായി നടന്നു. तो अभी अपने आप को ये प्रश्न पूछो ഇനി നിങ്ങൾ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കൂ, जीवन के नियम എൻ്റെ ജീവിതത്തിൻ്റെ നിയമം എന്താണ്? मैं नियम अनुसार चल रही या ऐसे ഞാൻ നിയമമനുസരിച്ചാണ് നടക്കുന്നത്? ही कान पसंद या അതോ മനസ്സിന് തോന്നിയതുപോലെ, കാതിന് ഇഷ്ടപ്പെട്ടതുപോലെ, വായിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ, जो कर्मेंद्रियों നാക്കിന് ഇഷ്ടപ്പെട്ടതുപോലെയാണ് നടക്കുന്നത്? संतुष्ट होने से भी खुश होने കർമ്മേന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കും, എന്നിട്ട് അതിന് സന്തുഷ്ടതയില്ല, സന്തോഷമില്ല. കാരണം സന്തോഷത്തിൻ്റെ ഫൗണ്ടേഷൻ സത്യതയാണ്. और हमको सत्यता को प्रैक्टिकल लाइफ में उसकी धारणा സത്യത്തെ നമുക്ക് പ്രാക്ടിക്കൽ ജീവിതത്തിൽ ധാരണ ചെയ്യണമെങ്കിൽ നിയമം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. मेंटल एनर्जी അതിലൂടെ നമുക്ക് നമ്മുടെ മെൻ്റൽ എനർജി, फिजिकल एनर्जी ഇമോഷണൽ എനർജി, ഫിസിക്കൽ എനർജി, സ്പിരിച്വൽ എനർജിയെ അച്ചടക്കത്തോടു കൂടി നടത്താൻ സാധിക്കൂ. डिसिप्लिन അച്ചടക്കമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ സമ്പന്ന അവസ്ഥ വരെ എത്തിച്ചേരാൻ സാധിക്കില്ല. मुझे पता है कई എനിക്കറിയാം, പലപ്പോഴും लोगों को ആളുകൾക്ക് അച്ചടക്കം എന്ന വാക്ക് കേൾക്കാൻ ഇഷ്ടമല്ല. क्योंकि ये കാരണം ഈ ലോകത്തിൽ നിയമം അപ്രത്യക്ഷമായിരിക്കുന്നു. गुम ही हो गए हैं जो हमारे जीवन के ओरिजिनल मर्यादाएं हैं നമ്മുടെ ജീവിതത്തിൽ ഒറിജിനൽ മര്യാദകൾ അറിയില്ല. അതെവിടെ പോയി? अभी की दुनिया है सेंसरी स्टिमुलेशन
ഇപ്പോഴത്തെ ലോകം സ്വയത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കുന്ന ലോകമാണ്. മുഴുവൻ ദിവസവും വേണം 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ പ്രാപ്തി ഒന്നും തന്നെ കിട്ടുന്നുമില്ല. അതുകൊണ്ട് ഈ ഒരു ഫൗണ്ടേഷൻ തൻ്റെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാക്കി മാറ്റണം. സ്വയം സ്വയത്തെ സിസ്റ്റമാറ്റിക് രീതിയിൽ നടത്തണം. കാറ്റുപോലെ ആവരുത്. കാറ്റുപോലെ ആഗ്രഹങ്ങൾ വയ്ക്കരുത്. എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എനിക്ക് വരദാനം തരുമോ, ദൃഷ്ടി തരുമോ, ഈ കാര്യം നടക്കും, ഇല്ല. നമ്മൾ ബ്രാഹ്മണ ആത്മാക്കളാണ്. നമുക്കടുക്കൽ ജ്ഞാനമുണ്ട്, ബുദ്ധിയുണ്ട്, ദിവ്യബുദ്ധിയുണ്ട്. അതിൻ്റെ ക്ലാരിറ്റി കൊണ്ട് പ്ലാൻ ഉണ്ടാക്കൂ. നമ്മൾ എത്രത്തോളം ഉള്ളിൽ നിന്ന് നമ്മുടെ ഫീലിങ്സ് ശുദ്ധീകരണത്തിൽ, സത്യതയിലും ശുദ്ധീകരണത്തിലും ശ്രദ്ധ വയ്ക്കുമ്പോൾ അത്രത്തോളം നിങ്ങളുടെ ഒരേയൊരു സങ്കല്പം ബാബ എന്ന് പറഞ്ഞാൽ ബാബയുടെ ശക്തി വന്ന് കാര്യം ചെയ്യും. ആത്മാവിൽ ശക്തി നിറച്ചു തരും. ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ വളരെയധികം ചെയ്യുന്നുണ്ട്. ചെറിയ തെറ്റുകളുടെ പരിണിത ഫലം എന്താണ്? ഉള്ളിലൊരു ഭാരം തോന്നും, മനസ്സ് ദുഃഖിക്കും, ഭാരിച്ച അവസ്ഥയുണ്ടാകും. നിങ്ങൾ മനസ്സിൻ്റെ ഭാരം ഇല്ലാതാക്കുന്നത് വരെ നിങ്ങൾക്ക് ഉന്മേഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും അനുഭവം ഉണ്ടാകില്ല. മുന്നോട്ട് പോകാനുള്ള രുചി ഉണ്ടാകില്ല. ഹൃദയം തുറന്ന് ബാബയോട് എന്താണോ എങ്ങനെയാണോ കാര്യം അത് പറയുക. അർത്ഥം തൻ്റെ മനസ്സിനെ ഫ്രീ ആക്കുക. മനസ്സിൻ്റെ ദുഃഖം ഇല്ലാതാകുമ്പോൾ സ്വയത്തെ പ്രതി സ്നേഹം തോന്നും. നമ്മളിത് പറയാറില്ലേ, സ്വയത്തോട് സഹാനുഭൂതി കാണിക്കൂ. ഏതൊരു കുട്ടിയിലും പരിവർത്തനം കൊണ്ടുവരണമെങ്കിൽ അടി കൊടുത്തൊന്നും പരിവർത്തനപ്പെടുത്താൻ സാധിക്കില്ല. കുട്ടിക്ക് സ്നേഹം കിട്ടാത്തിടത്തോളം കാലം പരിവർത്തനത്തിനുള്ള പ്രചോദനം ഉണ്ടാകില്ല. ബാബ നമ്മളോട് ഇത്രയും തവണ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, ആത്മാവാണെന്ന് മനസ്സിലാക്കി എന്നെ മാത്രം ഓർമ്മിക്കൂ. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർമ്മിക്കരുത്. തൻ്റെ തെറ്റുകളെ വർണ്ണിക്കാതിരിക്കൂ. മറ്റുള്ളവരുടെയും തെറ്റുകളെ വർണ്ണിക്കാതിരിക്കൂ. കാരണം നിങ്ങൾ ആരുടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് എടുത്തിട്ടാൽ നിങ്ങളുടെ പിന്നിൽ 10 ആളുകൾ ഇരിപ്പുണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക്, അതായത് മോശമായത് പറയാൻ. ബാബ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് എന്നെ ഓർമ്മിക്കൂ, എന്നെ ഓർമ്മിക്കൂ? കാരണം ഓർമ്മയുടെ ശക്തി സ്നേഹത്തിൻ്റെ ശക്തിയാണ്. നമ്മൾ ഹൃദയം കൊണ്ട് ബാബയെ ഓർമ്മിക്കുമ്പോഴുണ്ടല്ലോ, അപ്പോൾ നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നു. മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊടുങ്കാറ്റ് മർജ് ആകുന്നു, ഇല്ലാതാകുന്നു. സ്നേഹം ഒരു മാജിക് പോലെ പ്രവർത്തിക്കുന്നു. പിന്നെ നമുക്കതിനെക്കുറിച്ച് അനാലിസിസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ പാരലൈസിസും വരില്ല. നമ്മളെ ബാബ തൻ്റെ മടിത്തട്ടിലിരുത്തി, കണ്ണുകളിലിരുത്തി കൊണ്ടുപോകുന്നതായി നമുക്ക് തോന്നും. ഉള്ളിൽ ഇങ്ങനെയുള്ളൊരു സ്ട്രിക്റ്റ് നിയമം ഉണ്ടായിരിക്കണം. എന്തു തന്നെ സംഭവിച്ചാലും ബാബയുടെ ഓർമ്മ ലൂസാകരുത്. കാരണം ഇതിൽ തന്നെയാണ് സർവ്വതുമുള്ളത്. ശക്തി, പ്രേമം, സ്നേഹം, ബലം, കഴിവ്, പ്രേരണ, സർവ്വതുമുണ്ട്. സ്നേഹം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. കഴിഞ്ഞു പോയതിനെ കഴിഞ്ഞു പോയതാക്കി മാറ്റി നിങ്ങളെ നിങ്ങളും ലക്ഷ്യം വരെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. ബാബയുടെ ശക്തി, എനർജി ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്ത് ചിത്തത്തിൽ മോശമായ കാര്യം നിറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നതിനനുസരിച്ച് എങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പർ മഷി കുടിക്കുന്നുവോ അതുപോലെ തന്നെ ബാബയുടെ ശക്തി ഉള്ളിലെ മോശമായതെല്ലാം വലിച്ചെടുക്കും. ഉള്ളിൽ ആത്മാവിൽ ലാഘവത്വം അനുഭവമാക്കും. ഇതെൻ്റെ ശുഭഭാവനയാണ്. നിങ്ങളെല്ലാവരും വർത്തമാന സമയമനുസരിച്ച്
ലൈറ്റ് ആയിരിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യും. കാരണം എത്രത്തോളം നിങ്ങൾ നിങ്ങളെ ലൈറ്റാക്കി വെക്കുന്നുവോ, ലൈറ്റ് മൈറ്റ് കൊണ്ടുവരും. അത്രയും നിങ്ങൾക്ക് ബാബയുടെ ശക്തിയുടെ അനുഭവം ഉണ്ടാകും. നമ്മൾ പവർ ആഗ്രഹിക്കുന്നില്ലേ? പക്ഷെ നമ്മൾ നമ്മളെ സ്വയം ലൈറ്റ് ആക്കിയിട്ടില്ല. ഈ വാക്കുകളിലൂടെ ഞാനിവിടെ സമാപ്തമാക്കുകയാണ്. കൂടെ എൻ്റെ ശുഭഭാവനയാണ് എല്ലാവരും എത്രയും പെട്ടെന്ന് ഡബിൾ ലൈറ്റ് അവസ്ഥ ഉണ്ടാക്കണം. അതിലൂടെ ബാപ്ദാദയുടെ മൈറ്റ് പ്രത്യക്ഷമാകണം. മുഴുവൻ വിശ്വത്തിലെയും ആത്മാക്കൾക്ക് അനുഭവമാകണം. നമ്മുടെ ബാബ വന്നു കഴിഞ്ഞു. ഓം ശാന്തി.